This is to inform you that, as per the requirements. ഞാൻ ഡോക്ടർ PT കോതാമംഗലം ഫ്രം വെള്ളിത്തിര. Oh, ഇതെന്റെ സെക്രട്ടറി ചൈനയാ. മിസ് പ്ലാവേസ് ചക്കൻ കുമേ. അയ്യോ ചൈനക്കാരിയാ. ഈ അടുത്ത കാലത്ത് ദുബായ് വെച്ച് കിട്ടിയതാ. പിന്നീട് അവൾ എന്നിൽ ഒരു ഉത്തേജനമായി പടർന്നു, ഉൾപ്പുളകമായി മാറി. അല്ലേ കുമേൻ? കേരളവും ചൈനയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളാണല്ലോ, ക്യൂബ പോലെ. അതെ അതെ, വന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ ആരെ വിമർശിക്കും? അതിപ്പോ കാളിദാസനായാലും കണ്ണദാസനായാലും. വിമർശിച്ചോ അണ്ണ? ആരാ വേണ്ടാന്ന് പറഞ്ഞത്? കുടിക്കാനൊന്നും കിട്ടിയില്ല അല്ലേ കുമി? 2 പെപ്സി 6 മോദകവും. 6 മോദകം. മിസ്റ്റർ സേതുനാഥ്, നിങ്ങളുടെ ആൽബത്തെ കുറിച്ച് നല്ലൊരു റൈറ്റപ്പ് ഞാൻ എഴുതാം. പക്ഷെ അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ കവിതകളൊന്നും എഴുതിയത് നിങ്ങളല്ലെന്ന് എനിക്കറിയാം. അതൊന്നും ഒരു പ്രശ്നമല്ല. വളരെ മഹാകവികളാക്കിയിട്ടുള്ള കൈയാണിത്. നമുക്കെഴുതാം. എന്താ അല്ലേ? സത്യത്തിൽ ആരാണ് ഇത് എഴുതിയത്? എന്താണ് മിസ്റ്റർ PT യുടെ അച്ഛന്റെ പേര്? പാളയംകുഴി തങ്കപ്പൻ നായർ. തങ്കപ്പൻ നായരല്ല PT യുടെ അച്ഛനെന്ന് എനിക്കറിയാം. സത്യത്തിൽ ആരാണ് PT യുടെ തന്ത? ഒരുമാതിരി കൂൾ ഡൗൺ മിസ്റ്റർ PT. എന്ത് കൂൾ ഡൗൺ? ശോഭിക്കാതെ. താൻ എന്നാണ് നിരൂപകനായത്? പണ്ടെന്റെ ഒരു ആഡിന് വേണ്ടിട്ട് താനൊരു 4 വരി കവിത എഴുതി തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഞാനത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പെണ്ണേ വാവ അല്ലെങ്കിൽ പോപ്പോ. എന്താ കാണുന്നത്? എടോ, തന്നെ പോലത്തെ ഒരു 3-ാം കട കൂലി എഴുത്തുകാരന് കള്ളും കാശും തന്നിട്ട് കിട്ടുന്ന അംഗീകാരമൊന്നുമേ എനിക്ക് വേണ്ട. അന്തസ്സായിട്ട് നിരൂപണം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളുകൾ ഇവിടെ വേറെ ഉണ്ട്. അതൊക്കെ പോയിട്ട് സാറൊക്കെ ഒന്ന് വായിച്ച് പഠിക്ക്. ശരി, നമുക്ക് കാണാം. ഒരു പാമ്പിനെയും ഒരു പാമ്പ് തീനിയെയുമാണ് നോവിച്ചു വിട്ടതെന്ന് താൻ ഓർത്തോ? പൊടി നിന്റെ ഒരു തേത്തെ. ഉണ്ടയും കൊണ്ട് നടക്കണം വൃത്തികെട്ടവന്മാര്. കഷ്ട. എന്താ വായിച്ചു നോക്ക്. താര കമ്മ്യൂണിക്കേഷന്റെ MD സേതുനാഥിന്റെ ലീലാവിലാസിനെ കുറിച്ച് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. എവിടെ? ഇതാ PT യുടെ പണിയാ. ഏതെങ്കിലും അലവലാതി ഒരു 3-ാം കിട മഞ്ഞപ്പത്രത്തിൽ എന്തെങ്കിലും എഴുതിയെന്ന് കരുതി നിങ്ങൾ ഇങ്ങനെ അമ്മ കൂടെ തുള്ളേണ്ട കാര്യമില്ല. അന്തസ്സുള്ള ഒരുത്തരും വായിക്കുന്നല്ല ഇതൊന്നും. ഇതുകൊണ്ടൊന്നും സേതുവിന് ഒരു പുല്ലും സംഭവിക്കാൻ പോണില്ല. തന്നോട് ചോദിച്ചില്ല? അവള് നാളെ അമേരിക്കയിൽ എത്തും. എന്താ ഇതൊക്കെ അവള് ചോദിച്ചാ നീ എന്ത് ഉത്തരം പറയും? ആരുടെ കാര്യം നിങ്ങൾ പറയുന്നത്? മഞ്ജുവിന്റെ, നിന്റെ ഭാര്യയുടെ. ഓഹോ, ഭാര്യയോ? ഏത് ഭാര്യ? ഡിവേഴ്സിന് വേണ്ടി ഒരു നോട്ടീസ് അയച്ചിരുന്നു ഞാൻ, അവൾ ആവശ്യപ്പെട്ടിട്ട്. പക്ഷെ അതിനു മുമ്പ് അമേരിക്കക്ക് പറഞ്ഞു കളഞ്ഞില്ലേ. വന്നാൽ അതിലൊന്ന് ഒപ്പുവെക്കാൻ പറയണം. സേതു, അലറണ്ട. ഈ ജന്മോനി അവളെ ഭാര്യയായിട്ട് സങ്കല്പിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തം പെങ്ങൾക്ക് കൂടി വേറൊരുത്തനെ കണ്ടെത്തേണ്ടി വരും നിനക്ക്. തന്റെ പെങ്ങളെ കെട്ടിച്ചേരണമെന്ന് പറഞ്ഞ് ഞാൻ തന്റെ പുറകെ കടന്നോ? ഒക്കെ ശരിയാ, പക്ഷെ അവൾക്ക് നല്ലൊരു ഭർത്താവായിരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. മതി, ഇനി അധികം സംസാരിക്കണ്ട. പരസ്പരം ഒന്നിച്ച് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിർബന്ധിച്ചിട്ട് എന്താ കാര്യം? ഇത് പറയാൻ താനാരാ? ഒരു നിഴല് പോലെ സേതുവിനോടൊപ്പം കൂടിയിട്ട് കുറെ കാലായി. എനിക്കറിയാം താങ്കളുടെ പെങ്ങള് കാരണം ഇദ്ദേഹം അനുഭവിച്ചതൊക്കെ. ആ അപമാനവും വേദനയും ഒക്കെ നെഞ്ചിൽ അടക്കി പിടിച്ച് നടക്കുന്നത് കുറെ കണ്ടവനാ ഞാൻ. ഭർത്താവിനെ മനസ്സിലാക്കാനും അനുസരിക്കാനും കഴിയാത്തൊരു പെണ്ണിന് ഭാര്യയായിരിക്കാനുള്ള യോഗ്യതയില്ല, അതാരായിരുന്നാലും. ഓ, അതുകൊണ്ടാവും യോഗ്യതയുള്ള ഒരെണ്ണത്തിന് താനൊക്കെ ചേർന്ന് കൂട്ടിക്കൊടുത്തത്. ഇല്ലടാ, ഞാൻ സമ്മതിക്കില്ല. എന്റെ പെങ്ങളുടെ താലി പൊട്ടിച്ചിട്ട് നീ ആരോടെങ്കിലും ഒത്ത് സുഖിച്ച് കഴിയാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിന്റെ പെങ്ങളായിരിക്കും. ഓർത്തോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ ഇങ്ങനെ നോക്കുന്നേ? മറന്നോ? ഇന്ന് സേതുവേട്ടന്റെ പിറന്നാളാ, ചിങ്ങമാസത്തിലെ വിശാഖം. ഓ, ഓർക്കാറില്ല. അങ്ങനെ ഓർക്കത്തക്ക വിധം ഒരു വലിയ സംഭവമാണെന്ന് ആർക്കും തോന്നിയിട്ടില്ല. എനിക്കും. ആരും ഓർത്തില്ലെങ്കിലും ഞാൻ ഓർക്കും, ഈ ജീവിതാവസാനം വരെ. നല്ലൊരു ദിവസമായിട്ട് സിറ്റിയിൽ നിന്ന് മുങ്ങി ഫോൺ ഓഫ് ചെയ്ത് ഇവിടെ ഇങ്ങനെ കണ്ണു അടച്ച് ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന എന്തിനാ? സ്വപ്നം കാണുകയാണോ? സ്വപ്നങ്ങളൊക്കെ വീണ്ടും നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊരു തോന്നൽ. എല്ലാത്തിൽ നിന്നും ഒന്ന് ഒളിച്ചോടാൻ വന്നത് അങ്ങോട്ട്, എല്ലാം മറക്കാൻ. എന്നെയും അതിനും ശ്രമിച്ചു, കഴിഞ്ഞില്ല. മറക്കാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും തെളിഞ്ഞു വരിക നിന്റെ മുഖം. എനിക്കറിയാം,
അതുകൊണ്ടല്ലേ ഞാൻ ഓടിയെത്തിയത്. മാത്രമല്ല എനിക്കിന്നൊരു കാര്യം തുറന്നു പറയാനുണ്ട്. അതൊക്കെ പറയാം. വെറുതെ ഇങ്ങനെ മൂടിയായിട്ടിരിക്കാതെ ഒന്ന് എഴുന്നേറ്റേ. ഈ ബർത്ത്ഡേ നമുക്കിന്ന് ആഘോഷിക്കണം. വേണ്ട പ്രിയ, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മൂഡിലല്ല ഞാനിപ്പോ. വേണം. ഇതുവരെ ആഘോഷിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇനി മുതൽ ആഘോഷിക്കണം. എഴുന്നേറ്റേ, വേഗാട്ടെ. വേഗം. ഡ്രൈവിംഗ് സീറ്റ് കയറിയിരുന്ന് സ്വപ്നം കാണാണോ? ചില സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും എന്നാണ് പറയുന്നത്. ഞങ്ങള് പറയുമ്പോഴല്ലേ നിനക്ക് പുറന്നാളും ആഘോഷവും ഒന്നും വേണ്ടാതുള്ളൂ. വിളിക്കേണ്ടവർ വന്ന് വിളിച്ചാൽ വരുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ദാ സെറ്റപ്പ് എല്ലാം റെഡി. ഹാപ്പി ബർത്ത്ഡേ. ഡെക്കറേഷൻസ് എല്ലാം എന്റെയാ. എങ്ങനെയുണ്ട്? ഇവന്റെ ഒരു ഡെക്കറേഷൻ. പായസം കൂട്ടിയുള്ള എന്റെ സദ്യ ഒന്ന് കഴിച്ചു നോക്കണം. അല്ലെങ്കിൽ സ്വാമിക്ക് പണ്ട് സദ്യ വെപ്പായിരുന്നല്ലോ ജോലി. 3 നേരം നല്ലോണം ആഹാരം കഴിച്ച് കിടക്കുന്നവനെ സദ്യയുടെ വില അറിയും കേട്ടോ. ഒന്ന് മിനിറ്റ് നല്ലൊരു ദിവസമായിട്ട് തുടങ്ങിക്കോളും രണ്ടും കൂടെ. മോനകത്തോട്ട് കയറിയാട്ടെ. ആദ്യം പോയി നല്ലോണം ബലൂൺ ബലൂൺ ചുമ്മാ അല്ലടാ നിന്നെ പൂത്തക്കൊടാന്ന് വിളിക്കുന്നത്. പൂത്തക്കോടൻ. ഇപ്പോഴാണ് ഇതൊരു വീടായത്. അല്ലെങ്കിൽ ചേരേണ്ടവർ തമ്മിൽ ചേരുമ്പോഴല്ലേ വീടൊരു ഐശ്വര്യം ഉണ്ടാവും. ഇപ്പോഴെങ്കിലും സ്വാമി ഒരു നല്ല കാര്യം പറഞ്ഞു. മിണ്ടാതിരുന്ന് കഴിക്കണോ. എപ്പോഴാ ഞാൻ നല്ല എന്നോട് കൂടാ പറഞ്ഞത്. പ്രിയരിക്കുന്നില്ലേ? ഞാൻ പിന്നെ ഇരുന്നോളാം. അന്തസ്സുള്ള കുടുംബികൾ അങ്ങനെയാണ്. എന്നോട് സുബ്ബമ്മൾമാരി. സുബ്ബമ്മാളോ അതോ കനകമ്പാളോ? കനകാമ്പാള് തന്റെ അമ്മ. ഇനി ലക്ഷണം പറഞ്ഞ രണ്ടിനും ചെവിക്ക് പിടിച്ച് പുറത്തു തള്ളു. ആരാ അങ്കിളെ കനകാമ്പാള്? ഇവന്റെ അമ്മായി അമ്മ. കുട്ടി ഇരുന്ന് ഭക്ഷണം കഴിക്കൂ. അയ്യോ, ഞാൻ അനിലിന് പുളിശ്ശേരി വിളമ്പ മറന്നുപോയി. സോറി ട്ടോ. നല്ല പുളിശ്ശേരി. Yes, come in. അപ്പൊ കേട്ടതൊന്നും വെറുതെ അല്ല അല്ലേ? ഓ, കുഞ്ഞമ്മാനും കൂടെ അറിഞ്ഞിട്ടാ ഇതൊക്കെ. അല്ല സുധിരെ, ഞാന് അല്ല ഈ ഏട്ടത്തി ഇത് വിസ്തരിക്കണ്ട. നിന്റെ ഭാര്യ വന്നിട്ടുണ്ട്. അവള് പുറത്ത് വെയിറ്റ് ചെയ്യാ. ഈ അഴിഞ്ഞാട്ടക്കാരി ഒഴിവാക്കിട്ട് അവളെ ഒന്ന് കാണാൻ സമയം ഉണ്ടാവും മഹാകവിക്ക്. പ്ലീസ്, അവളെന്റെ ഗസ്റ്റാ. അവളെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഗസ്റ്റോ അതോ കീപ്പോ? പ്രിയ, പ്രിയ, മാന്യനാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. മനുഷ്യനോട് കുറച്ചുകൂടി അന്തസ്സായിട്ട് പെരുമാറാൻ പഠിക്കണം. ചെയ്തു. പ്രിയനന്ദിനി. പാട്ട് മാത്രമേ ഉള്ളോ അതോ പാട്ടെഴുത്തുകാരനെ പാടി ഉറക്കലും കൂടി ഉണ്ടോ? ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനാ? ടെൽ മീ സംതിങ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? 2 വർഷം മുമ്പ് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിട്ട് എന്നോടൊരു വാക്ക് പോലും പറയാതെ അമേരിക്കക്ക് പറന്നതല്ലേ നീ? പിന്നെ ഇപ്പോഴെന്താ ഇങ്ങനൊരു മനംമാറ്റം? എനിക്കിപ്പോഴും നിങ്ങളെ ഇഷ്ടമായതുകൊണ്ട്. അതോ എന്റെ സ്വത്തുക്കളൊന്നും കൈവിട്ട് കളയരുതെന്ന് നിന്റെ ഏട്ടൻ അച്ഛനെ ഉപദേശിച്ചിട്ടോ? സേതു, വേണ്ട. കഴിഞ്ഞ 15 വർഷമായിട്ട് ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ശ്വാസം മുട്ടി കഴിയായിരുന്നു ഞാൻ. ഒക്കെ എനിക്ക് നഷ്ടപ്പെടുത്തിയത് നീയാ. ഞാൻ എന്ത് നഷ്ടപ്പെടുത്തിയെന്നാ? എനിക്ക് എന്റേതായ മോഹങ്ങളുണ്ടായിരുന്നു. അതൊന്നും സേതു മനസ്സിലാക്കിയിട്ടില്ലല്ലോ. ശരിയാ, ബില്ലിയാർഡ്സും ഗോൾഫും കളിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ലക്ഷങ്ങൾ മുടക്കിയുള്ള റേസ് കോഴ്സിൽ പങ്കെടുക്കാനും ക്ലബ്ബുകളിൽ വേഷം കെട്ടി നിന്നോടൊപ്പം ഡാൻസ് ചെയ്യാൻ വരാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ കൈയടക്കാനുള്ള മോഹമായിരുന്നു നിനക്ക്. ആ കൂട്ടത്തിൽ ഒരു കളിപ്പാട്ടം മാത്രമായിരുന്നു ഞാനും. കയ്യിൽ കിട്ടിയപ്പോ ആ മോഹവും തീർന്നു. ഞാൻ സേതുവിനെ സ്നേഹിച്ചിരുന്നു. ഒരിക്കലുമില്ല. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉപേക്ഷിക്കാൻ വേണ്ടി സ്നേഹിക്കുന്നതായിട്ട് നീ അഭിനയിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പാട്ടും കൂത്തുമായിട്ട് നടക്കാൻ സമ്മതിക്കണമായിരുന്നോ? അതോ അനാഥാലയത്തിലെ തെണ്ടി പരീക്ഷകളോടത്ത് സദ്യ ഉണ്ട് കോലം തുള്ളി നടക്കണമായിരുന്നോ? ഐ ഹേറ്റ് ദ ഡേർട്ടി ക്രീച്ചേഴ്സ്.
നീ ഇപ്പൊ പറഞ്ഞ ഡേർട്ടി ക്രീച്ചേഴ്സ് ഉണ്ടല്ലോ, അവരൊക്കെ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ.